ബി.ജെ.പിയുടെയും കോൺഗ്രസിന്റെയും മുൻനിര നായകന്മാരൊഴികെ ബാക്കി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അടുത്ത വർഷവും എൽ.ഡി.എഫ് തന്നെ ഭരണത്തിൽ വരുമെന്നത്. ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിൽ പൊറുതിമുട്ടിയ ജനങ്ങൾ ഒന്നിച്ചാലോചിച്ചെടുത്ത തീരുമാനമാണ് രണ്ടാം തവണയും തികയ്ക്കുന്ന ഇടതിന്റെ ഭരണം. അതിൽ അവർക്കുള്ള സംതൃപ്തിയുടെ ആകെത്തുകയാണ് 2026 നമ്മൾ കാണാൻ പോകുന്നതും. ഈ ഇലക്ഷൻ കൂടി കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിനൊന്നും പിടിച്ചാൽ കിട്ടാത്ത തരത്തിൽ എൽ.ഡി.എഫിന്റെ മേന്മ ഉയരുമെന്ന കാര്യം തീർച്ചയാണ്. കേരളത്തിൽ മൂന്നാം തവണയും എൽ.ഡി.എഫ് തന്നെ അധികാരത്തിൽ എത്തുമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറയുകയുണ്ടായി. മാത്രമല്ല എൽ.ഡി.എഫിന് തുടർ ഭരണം സമ്മാനിക്കുക UDF തന്നെ ആയിരിക്കുമെന്നും UDF-ൽ ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി ആരാകണം എന്നതിനെ ചൊല്ലി തർക്കം തുടങ്ങിയിട്ടുണ്ട് എന്നും അദ്ദേഹം പരിഹസിക്കുകയുണ്ടായി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം തന്നെ സംസ്ഥാനത്ത് ഭരിക്കും. അവർ തന്നെ ഭരിക്കും. അത് UDF-ന്റെ ദോഷം കൊണ്ടാണ്. UDF-ൽ 5 പേർ മുഖ്യമന്ത്രിയാകാൻ നിൽക്കുകയാണ്. KPCC പ്രസിഡന്റിനെ എപ്പോഴും ചീത്ത പറയുകയാണ് VD സതീശൻ. ഇടയ്ക്ക് എന്നെയും പറയും, അവൻ തണ്ടനാണ്, വെള്ളാപ്പള്ളി പറയുന്നു. ശശി തരൂർ രാഷ്ട്രീയ അടവ് നയങ്ങൾ പലതും കാണിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. തരൂർ ഇടയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സുഖിപ്പിക്കും, ഇടയ്ക്ക് കോൺഗ്രസിനെയും സുഖിപ്പിക്കും. ഒരു പാർട്ടിക്ക് അകത്ത് നിൽക്കുമ്പോൾ അച്ചടക്കത്തോടെ നിൽക്കണമെന്നും എന്നാൽ തരൂർ അങ്ങനെ നിൽക്കുന്നില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയുണ്ടായി. മാത്രമല്ല ആശമാരുടെ അവസ്ഥ കണ്ടിട്ട് കഷ്ടം തോന്നുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇടതുപക്ഷ സർക്കാരാണ് പെൻഷൻ കൂട്ടി നൽകിയത്. കാശില്ലാത്തത് കൊണ്ടാകാം ഓണറേറിയം കൂട്ടി നൽകാത്തത് എന്നും കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടിയാൽ കൊടുക്കുമായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. അതേസമയം BJPയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ മാന്യനായ വ്യക്തി എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ വിശേഷിപ്പിച്ചത്. സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നത് BJPയുടെ രാഷ്ട്രീയ കാര്യമാണ്. രാജീവ് ചന്ദ്രശേഖരൻ അല്ലാതെ വേറെ ആര് വന്നാലും സംസ്ഥാന BJPയിൽ കൂട്ട ഘടകം ഉണ്ടാകും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. PC ജോർജിന്റെ ലവ് ജിഹാദ് പരാമർശം BJPയെ സുഖിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. ഭക്ഷണം കഴിക്കാനും നുണ പറയാനും വേണ്ടി മാത്രമാണ് PC ജോർജ് വാ തുറക്കുന്നത്. ഇവരെല്ലാം അടിഞ്ഞുകൂടുന്നത് BJPയിലാണെന്നും ആർക്കും വേണ്ടാത്തവർ അടിഞ്ഞുകൂടുന്ന സ്ഥലമായി BJP മാറിയിട്ടുണ്ട് എന്നും അദ്ദേഹം പരിഹസിച്ചു. ഇതോടുകൂടി കോൺഗ്രസ് ആകെ കട്ടപ്പുറത്തായിരിക്കുകയാണ്. കോൺഗ്രസ് ഇനി അടിപിടി കൂടുകയുള്ളൂ എന്ന് വ്യക്തമാണ്. കഴിഞ്ഞ ദിവസമാണ് തരൂരിനെ പിടിച്ചു നിർത്താൻ വേണ്ടി ഹൈക്കമാൻഡ് മുഖ്യമന്ത്രി എന്ന എല്ലിൻ കഷ്ണം ഇട്ടുകൊടുത്തത്. അതോടുകൂടി VD സതീശനും സുധാകരനും ഒക്കെ എന്ത് പറയണമെന്ന അവസ്ഥയിലായിട്ടുണ്ട്. ഇടതിന് നേരെ പ്രയോഗിക്കാൻ പ്രതിപക്ഷത്തിന്റെ കയ്യിൽ ഒരു ആയുധം ഇല്ലാതിരിക്കുമ്പോഴാണ് ആശാസമരം മുന്നോട്ട് വന്നത്. അതിൽ പിടിച്ച് മാക്സിമം പിടിച്ചു കയറാൻ നോക്കിയെങ്കിലും കേന്ദ്രമാണ് ഇതിന്റെയൊക്കെ പുറകിലെന്ന് മനസ്സിലായ ആശമാർ കേന്ദ്രത്തിന് നേരെ തിരിഞ്ഞതോടുകൂടി അക്ഷരാർത്ഥത്തിൽ വെട്ടിലായത് പ്രതിപക്ഷമാണ്. ഇതേ സമയത്ത് തന്നെ ഹൈക്കമാൻഡ് തരൂരിന്റെ കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് പാർട്ടിയെ കൂടുതൽ കുഴപ്പത്തിൽ കൊണ്ട് ചാടിക്കുമെന്ന് തീർച്ചയാണ്.